അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും വാഴും ജീവനിൽ തങ്ങളുടെ യുഗയുഗമായും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും വാഴും ജീവനിൽ തങ്ങളുടെ യുഗയുഗമായും ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എങ്ങും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെങ്ങുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെങ്ങുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 2 വാക്യം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. തൻ്റെ പാപജീവിതത്തെ തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് ക്ഷമ മാത്രമല്ല, പൂർണ്ണ ശുദ്ധീകരണം കൂടിയാണ്. യഥാർത്ഥ മാനസാന്തരം പാപം സമ്മതിക്കുവാൻ നമ്മെ തയ്യാറാക്കും. ദാവീദ് തൻ്റെ തെറ്റ് മറച്ചുവെച്ചില്ല. അവൻ തുറന്ന് സമ്മതിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും തെറ്റുകളും വീഴ്ചകളും പാപ സ്വഭാവങ്ങളും കടന്നു വരാം. എന്നാൽ ദൈവം ആദ്യം നോക്കുന്നത് നമ്മുടെ പരിപൂർണതയല്ല, നമ്മുടെ സത്യസന്ധമായ ഹൃദയമാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ കഴുകി ശുദ്ധീകരിക്കുന്നവനാണ്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എന്നാണ്. വസ്ത്രത്തിൽ കറ പറ്റിയാൽ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാം. എന്നാൽ ആത്മാവിലെ കറ നീക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. ലോകം നമ്മെ കുറ്റപ്പെടുത്താം, ആളുകൾ നമ്മെ മാറ്റി നിർത്താം. എന്നാൽ ദൈവം ശുദ്ധീകരിക്കുമ്പോൾ പഴയ കറകൾ പോലും നീങ്ങും. നാം മാനസാന്തരത്തോടെ അവൻ്റെ അരികിലെത്തിയാൽ അവൻ നമ്മെ പൂർണ്ണമായി പുതുക്കുന്നവനാണ്. പാപം എത്ര വലുതായാലും വീഴ്ച എത്ര ആഴത്തിലുള്ളതായാലും ദൈവകൃപ അതിലും വലുതാണ്. വിശ്വാസത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ നമ്മെ ശുദ്ധീകരിച്ച് വെടിപ്പുള്ളവനാക്കി രൂപപ്പെടുത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് എന്നെ കഴുകി ശുദ്ധീകരിച്ച് എനിക്ക് പുതുജീവൻ പകരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.